ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ഫേഷ്യൽ കിറ്റ് വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ പേൾ ഇലുമിനേറ്റിംഗ് ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 ആണ്. അപ്പോൾ ഇതിനകത്ത് 4 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്ലെൻസർ, സ്ക്രബ്, മസാജ്, ലാസ്റ്റ് വൺ ഫേസ് പാക്ക്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ട്യൂബിൻ്റെ പുറത്ത് 1, 2, 3, 4 എന്ന സ്റ്റെപ്പായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ ഓർഡറിൽ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ക്ലെൻസ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡിലാണ് ക്ലെൻസ് ചെയ്യേണ്ടത്. ഫേസിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസ് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് അത് ഫേസിലെ ഫുള്ള് ഡേർട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയാണ് ക്ലെൻസ് ചെയ്യുന്നത്. എന്നിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് സ്ക്രബിംഗ് ആണ്. ഈ സ്ക്രബിംഗ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടും പോകാത്ത അഴുക്കുകളോ എന്തെങ്കിലും ഫേസിലുണ്ട് അതൊക്കെ ഒന്ന് പോകും. സ്ക്രബിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ ഒട്ടുമുക്കാൽ അഴുക്കുകളും അതിൻ്റെ കൂടെ പോകുന്നതായിരിക്കും. ഇടയ്ക്ക് ഈ സ്ക്രബ് ചെയ്യുന്ന ക്രീം ഇച്ചിരി ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം ഒന്ന് തൊട്ട് കൊടുത്ത് അതൊന്ന് ലൂസ് ആക്കിയിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ. പിന്നെ നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട്. എൻ്റെ ഫേസിൽ കൂടുതലും കവളത്തും മൂക്കിൻ്റെ അവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗം ഞാൻ കൂടുതൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ്സും കിട്ടുന്നതായിരിക്കും. മാക്സിമം ഒരു 3 to 5 മിനിറ്റ്സ് വരെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് പ്ലെയിൻ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞ് വെച്ചാൽ മതി. എൻ്റെ സ്ക്രബിങ് കംപ്ലീറ്റ് ആയി. ഞാൻ ഇനി വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാമേ. ഫേസ് ഭയങ്കര സൂത്തനാകും, ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പ് വരുന്നത് മസാജാണ്. അപ്പോൾ ഈ മസാജിങ് ക്രീം വെച്ചിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക. ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനകത്ത് ഒത്തിരി വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ടുള്ളവർക്കറിയാം, അവർ ഒത്തിരി നേരം നമ്മൾ മസാജിങ് ക്രീം ഇട്ട് ഫേസിന് മസാജ് ചെയ്തിട്ട് അത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അറിയത്തുണ്ടാവില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരു രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസിലോട്ട് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നമുക്കറിയാം നമ്മുടെ ഫേസിന് വേണ്ടത്. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി പിന്നെ എടുത്താൽ മതി. അപ്പോൾ കുറച്ച് മസാജിങ് ക്രീം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. ഇതുപോലെ തന്നെ ഈ ക്രീം ഡ്രൈ ആകുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം തൊട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ടും അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യാനായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 5 to 10 മിനിറ്റ്സോളം നമ്മൾ മസാജ് ചെയ്യണമെന്നാണ്. അപ്പോൾ അത്രയും സമയം മസാജ് ചെയ്തെടുക്കുക. ഫേസിൽ ഫുള്ള് പിന്നെ ഒരു അപ്വേർഡ് പൊസിഷനിൽ വേണം നമ്മളെപ്പോഴും മസാജ് ചെയ്യാനായിട്ട്. താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ 2 കവിള്, നെറ്റിമൂക്ക്, ഫുള്ള് ഫേസിലെ ഫുൾ പോർഷനും നന്നായിട്ട് മസാജ്. പിന്നെ നിങ്ങൾ ഇത്ര സ്പീഡിൽ ചെയ്യേണ്ട കേട്ടോ, ഞാൻ ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലാഗ് ആവണ്ടല്ലോ ചെയ്യുന്ന കണ്ടിട്ട്. മസാജൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ഫേസിൽ എക്സസ് ആയിട്ടിരിക്കുന്ന മസാജിങ് ക്രീം ഉണ്ടല്ലോ, ചെറിയൊരു ടിഷ്യൂ പേപ്പറോ ചെറിയ തുണി എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആ ക്രീം എക്സസ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. അപ്പം നമ്മൾ ഫേഷ്യലിൻ്റെ ഒരു 3 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനിയുള്ളത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഫേസിലോട്ട് നല്ല തിക്ക് ലെയർ ഇടണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുള്ള്. പിന്നെ കണ്ണിൻ്റെ ചുറ്റും അവോയ്ഡ് ചെയ്യുക കേട്ടോ, കണ്ണിൻ്റെ ചുറ്റൊക്കെ അത് അടുപ്പിക്കേണ്ട. ബാക്കി ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക. ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മൾ പിശിക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് തന്നെ നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കണ്ണിൻ്റെ അവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ വെക്കണം. അപ്പോൾ ഞാനിത് ഫേസിൽ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം ആയി കേട്ടോ. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാമേ. ഫേസ് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒത്തിരി പൈസ ഒന്നും മുടക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ചെറുതായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ഒന്ന് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.